നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണി. ഇതിലേക്കുണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കപ്പ ചെറുതായിട്ട് കൊത്തി നുറുക്കിയത് 1.5 കിലോഗ്രാം, ബീഫിൻ്റെ വാരിയെല്ല് മീഡിയം സൈസിൽ കട്ട് ചെയ്തത് 1.5 കിലോ, ഇഞ്ചി വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 പിളർന്നത് 4 എണ്ണം, കറിവേപ്പില 4 തണ്ട്, ചെറിയ ഉള്ളി ചതച്ചത് 15 എണ്ണം, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 2.5 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് കപ്പ ബിരിയാണിക്ക് വേണ്ട മീറ്റ് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു കുക്കറിലോട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലോട് കൂടിയ ബീഫും, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും, എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്ന് 2 തണ്ട് കറിവേപ്പിലയും, മസാലപ്പൊടികളിൽ നിന്ന് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 8 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യുക. പല മീറ്റിനും പലതരം വേവാണ്. നിങ്ങളുടെ മീറ്റ് നന്നായിട്ട് വേകുന്നത് വരെ കുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് ബീഫിന് പകരം യൂസ് ചെയ്യാം. എല്ലില്ലാതെയോ എല്ലോട് കൂടിയോ. പക്ഷേ എല്ലോട് കൂടിയതാണ് കപ്പ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഇത് 8 വിസിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷമേ അടപ്പ് തുറക്കാവുള്ളൂ. ഈ സമയത്ത് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ടതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കപ്പ ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കപ്പ ഏകദേശം 1/4 വേവ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. കപ്പ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആകണം. കപ്പ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇതിനെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത കപ്പയാണ്. ഇനി നമുക്ക് കപ്പ ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ബാക്കിയുള്ള 2 തണ്ട് കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, ബാക്കിയുള്ള 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലപ്പൊടികൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മീറ്റിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീറ്റ് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മീറ്റിൽ കോട്ട് ചെയ്ത് ഗ്രേവി തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബൈ ബൈ.